ഇപ്പോൾ കോട്ടയ്ക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്നതുമാണ്. അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് തൃശ്ശൂർ പിന്നെ റൂട്ടിലോടുന്ന ഒരു ബസ്സാണ്. വൈകുമായി അവിടെ നാഷണൽ ഹൈവേയിലൂടെയാണ് ഈ ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ലൈനാണല്ലോ ഉള്ളത്. അവിടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജിലെ 2 ലൈനേ ഉള്ളൂ. 3 ലൈനിൽ വന്ന് പിന്നെ എന്താ പറയാ 2 ലൈനിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ചെറിയ ഒരു പിന്നെ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുമില്ല. അപ്പൊ ആ പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ ബസ് പെട്ടെന്ന് ടേൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണെന്നാണ് സ്വാഭാവികം നമ്മൾ കരുതുന്നത്. കാരണം 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ തരത്തിലൂടെയുള്ള ഒരു അപകടം അവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതലേ നമ്മൾ നാഷണൽ ഹൈവേയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അവിടെ സിഗ്നൽ ഉണ്ടാവണമെന്നും ആ 2 ലൈന് പകരം അവിടെ 3 ലൈൻ ആക്കണമെന്നും ഒക്കെ ഉള്ളത്. അതൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഉണ്ടാകാത്ത ഒരു പ്രയാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റൊരു കാരണം അവിടെ ഇല്ല. അപ്പം ഏതായാലും അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ താലൂക്ക് ആശുപത്രിയിലും അപ്പുറത്തുള്ള പിന്നെന്താ ആശുപത്രിയിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അടിയന്തരമായത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുക എന്നത് തന്നെയാണ് അതിന്റെ ബാക്കിയുടെ ഇപ്പോഴുള്ള കാര്യങ്ങൾ. അവരെ പരമാവധി പിന്നെന്താണ് അപകടത്തിൽപ്പെട്ട ആളുകളെ അവർക്ക് ചികിത്സ നൽകുക എന്നുള്ളതാണ് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം അപകട മേഖലയാണ് അല്ലേ? യെസ്, കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഇതേപോലെ ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോകുന്ന ഒരു പാർട്ടി ഇതുപോലെ തന്നെ ഈ പിന്നെന്താണ് 3 ലൈനിലാണല്ലോ വരുന്നത്. 3 ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് 2 ലൈനിലേക്ക് മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവണം. ആ മാറേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നവരുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം എന്ന് നമ്മൾ കരുതുന്നു. അപ്പം അത് പരിഹരിക്കാൻ ആവശ്യം റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ 2 ലൈനേ ഉള്ളൂ. പിന്നെ അവിടെ റോഡ് വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുമില്ല. അപ്പൊ അതിന്റെ ഒരു പ്രയാസം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നത് വലിയ കാര്യമാണ് അല്ലേ? അതെ, സ്വാഭാവികമായും അത് ഏറ്റവും എളുപ്പം രക്ഷാപ്രവർത്തനം നടത്താനും ആളുകൾക്ക് അവിടെ ഓടിയെത്താനും ഒക്കെ സാധിച്ചു എന്നുള്ള സന്തോഷം. ശരി, വളരെയധികം നന്ദി ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ ഞങ്ങളോട് സംസാരിച്ചതിന്. അതൊരു സ്ഥിരം അപകട മേഖലയാണ് എന്നത് കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു വിവാഹ പാർട്ടി സഞ്ചരിച്ച വാഹനം ഇതുപോലെ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ പ്രശ്നം. നമ്മൾ ഈ ദേശീയപാതയിൽ 3 വരി പാത പെട്ടെന്ന് 2 വരിയായി മാറുന്ന സമയത്ത് അതും വലിയ വേഗതയിൽ വരുന്ന വാഹനമാണ്. പക്ഷേ ഒരു ബസ് ഒരു സ്ഥിരം റൂട്ടിലാണ്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും അതിന്റെ ജീവനക്കാർക്കൊക്കെ അറിയേണ്ടതാണ്. സ്ഥിരം റൂട്ടിലോടുന്ന ബസ്സുകളാണ് എങ്കിൽ 3 വരി പാത 2 വരി പാതയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതിനനുസരിച്ചുള്ള വേഗ നിയന്ത്രണം വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമാണ്. പക്ഷേ ഒന്നും അങ്ങനെ ഒരു മുൻകരുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ബസ് എടുത്തു വെച്ച് മറിഞ്ഞതുപോലെയാണ്